ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്യാരറ്റ് പൊരിയലാണ്. നമ്മളവിടെ തോരൻ എന്ന് പറയും, പിന്നെ ഉപ്പേരി എന്ന് പറയും. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഇത് പൊരിയൽ എന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 400 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 4 എണ്ണം. പിന്നെ ഒരു 50 ഗ്രാം കടലപ്പരിപ്പ് ഇതാ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് വരാം. കടലപ്പരിപ്പ് 2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും, ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ക്യാരറ്റ് ഇതേമാതിരി നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, വളരെ കുറച്ച് നൈസായിട്ട്. ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ കഴുകിയെടുത്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/4 മുറി നാളികേരം ചെരുവിയതും, ഒരു സവാള മീഡിയം സൈസ് സവാള പൊടിയായി കട്ട് ചെയ്തതും, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ നാളികേരം ചെരുവിയത് ചേർത്ത് കൊടുത്തു. കൂടെ ആ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ കടുകും ഒരു 1/4 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് കഴുകി വെച്ചിരുന്ന ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഇനി ആവശ്യത്തിന് പൊടിയുപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ക്യാരറ്റിലുള്ള വെള്ളത്തിലും ആ ഉപ്പും പിന്നെ ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ, അതിലിത് ശരിക്കൊന്ന് വെന്ത് വന്നോളൂ. വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി അതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. ഒന്നുകൂടി ഇതാ ഇളക്കി കൊടുത്തു. ഇനി നമ്മളിതൊന്ന് 5 മിനിറ്റ് മൂടി വയ്ക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടൊന്നുമില്ല, ഒരു ഹാഫ് വേവ് ഇതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തോരൻ വെക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കഴിക്കാത്ത കുട്ടികളും ക്യാരറ്റ് കഴിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്കിതൊരു 3 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാനുണ്ട്. അപ്പോൾ ഈ 3 മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ അടച്ചു വെക്കുക. 3 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഏകദേശം നമ്മളെ ക്യാരറ്റൊക്കെ ഒന്ന് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടും. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഈ ക്യാരറ്റ് വേകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മറ്റുള്ള പണികളും തീർക്കാവുന്നതാണ്. ആ തേങ്ങയെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ലോ ഫ്ലെയിമിൽ. ആ തേങ്ങേൻ്റെ ടേസ്റ്റും ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കട്ടെ. പോരാത്ത ഒരല്പം ഉപ്പ് ഞാനിപ്പോൾ കൈ കൊണ്ട് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ തന്നെ. 3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ ക്യാരറ്റ് തോരൻ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. വെള്ളമൊന്നും തീരെ ചേർക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോരൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മളിത് പൊരിയലെന്നോ തോരനെന്നോ ചില സ്ഥലത്ത് ഉപ്പേരി എന്നൊക്കെ പറയും. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കടലപ്പരിപ്പെല്ലാം പുഴുങ്ങി ചേർത്തിട്ട് ഞാനിത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളി തോരനും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ സൂപ്പറായി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്